യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും എതിർപ്പുകളിലും തളരാതെ എങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി വിവേകവും നിഷ്കളങ്കതയും ഉണ്ടായിരിക്കണം. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിന്മകളും ചതിക്കുഴികളും നിറഞ്ഞ ആധുനിക ലോകത്തിലാണ് നാം ജീവിക്കുക. ലോകത്തിൻ്റെതായ സ്വാധീനത്തിൽ വീണുപോകാതെ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈശോ ഇന്ന് നമ്മെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഈശോ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പീഡനങ്ങളും സങ്കടങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് ഭയപ്പെടാതെ ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറ്റി നിർത്തിക്കൊണ്ട്, തകർച്ചകളെക്കുറിച്ചുള്ള ഭയം മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുപോലെ കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രതിബന്ധങ്ങളിൽ നാം എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ജീവിത ബന്ധങ്ങളിൽ, ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളിൽ, ജീവിതത്തിലുണ്ടാകുന്ന നിരാശകളിൽ എല്ലാം യേശു നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം നമ്മെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രൈസ്ത ജീവിതം എന്ന് പറയുന്നത് വിടർന്ന് പുഷ്പിച്ച റോസാപ്പൂ പോലെയല്ല. ക്രിസ്തീയ ജീവിതം എന്നത് വിടർന്ന് പുഷ്പിച്ച റോസാപ്പൂ പോലെയല്ല. ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളും കഷ്ടതകളും വേദനകളും ഉണ്ടാകും. എന്നാൽ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ലോകത്തെ തന്നെയും കീഴടക്കിയ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിവേകവും നിഷ്കളങ്കതയും നിറഞ്ഞ വ്യക്തിത്വങ്ങളായി ജീവിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിവേകികളും നിഷ്കളങ്കരുമായിരിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നല്ല ദൈവത്തോട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.